ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സിമ്മട്രി എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ലാന്ന് വിചാരിക്കല്ലേ? എന്തായാലും സിലബസിലുണ്ട്, പഠിച്ചേ പറ്റൂ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് മുൻപത്തെ വീഡിയോസൊക്കെ ഇടയ്ക്ക് പോസ്റ്റൊക്കെ നിർത്തിക്കൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നോക്കുക. അല്ലാതെ വേറെ മാർഗമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഞാനൊരു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നത്. സൈറ്റിൽ നിന്നുള്ള ഒട്ടർബീൻ യൂണിവേഴ്സിറ്റിയിലെ സൈറ്റിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. കുറച്ചും കൂടി ഒരു 3D വിഷ്വലൈസേഷൻ വരാൻ നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് അതിന് ബാക്കി ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് സിമ്മട്രി എലമെന്റ്സ് എന്ന് പറയുന്ന ചെറിയ സെക്ഷൻ, ഒരു 10 മിനിറ്റിൻ്റെ 15 മിനിറ്റ്, സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ സൈഡ് എടുക്കാം. Multiplication or combination of symmetry operations. കോമ്പിനേഷൻ ഓഫ് സിമ്മട്രി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നിലധികം ഓപ്പറേഷൻസ് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. നമുക്ക് എക്സ്പ്രഷനിലേക്ക് പോവാം. Performing a series of symmetry operations in succession on a molecule is represented algebraically as a multiplication. Example: if we perform symmetry operations A on a molecule, whatever it is, a symmetry operation A on a molecule followed by another operation B, then it is said to be a multiplication and is represented by BA. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതാണ് ഒരു ഗിവൺ മോളിക്യൂളിൽ ഒരു ഗിവൺ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ C2 ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. C2 ഓപ്പറേഷൻ നടത്തിയ റിസൾട്ട് അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു C2 നടത്തുന്നുണ്ടെങ്കിൽ 2 സീറ്റുകളുടെ കോമ്പിനേഷൻ നമ്മൾ പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. C2 സ്ക്വയർ എന്നൊക്കെ നമുക്ക് പറയാം. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാമ്പിൾസ് വരും. അപ്പോൾ ആദ്യം നടത്തുന്ന ഓപ്പറേഷൻ A ആണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ B ആണെങ്കിൽ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് A ആണ്. അത് AB എന്നല്ല, BA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. Effect of the multiplication is the same what would be obtained from a single operation C on a molecule. See, നമുക്കൊരു 2 സിമ്മട്രി ഓപ്പറേഷൻ സക്സസീവ് ആയിട്ട് നടത്തുന്ന കേസിൽ ആ സെയിം റിസൾട്ട് ഒരു സിംഗിൾ ഓപ്പറേഷൻ കൊണ്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സിംഗിൾ ഓപ്പറേഷനെ തൊട്ട് മുമ്പത്തെ 2 ഓപ്പറേഷൻ, ആ സീരീസ് ആയിട്ട് നമ്മൾ നടത്തിയ 2 ഓപ്പറേഷൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. അത് ഈ മീനിങ്, ഈ പാരഗ്രാഫിൻ്റെ മീനിങ് BA ഈസ് ഈക്വൽ ടു C. നമ്മൾ മുമ്പ് പറഞ്ഞ ഓപ്പറേഷൻ ഇതായിരുന്നു. ഒരു മോളിക്യൂൾ നടത്തുന്ന ഓപ്പറേഷൻ A, അടുത്ത ഓപ്പറേഷനാണ് B, ദെൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് BA എന്നാണ്. അതിൻ്റെ സെയിം റിസൾട്ട് C എന്ന് പറയുന്ന വേറൊരു ഓപ്പറേറ്റർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ BA എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് C എന്ന് പറയുന്ന ഈ നമ്മൾ മൂന്നാമത് നടത്തിയ ഓപ്പറേഷനും ഇക്വലൻ്റ് ആണ്. എല്ലാം കൂടി കുഴയരുത്. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ ഇതുപോലെ കാണിച്ചു തരും. എക്സാമ്പിൾ എടുത്ത് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഇൻ സച്ച് എ കേസ് C ഈസ് സെറ്റ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഒരു മോളിക്യൂളിൽ ഒരു ഗിവൺ ഓപ്പറേഷൻ, സേ ഇറ്റ് ഈസ് A, ആൻഡ് ഫോളോഡ് ബൈ അനദർ ഓപ്പറേഷൻ B, ആൻഡ് ദ കമ്പൈൻഡ് ഓപ്പറേഷൻ after performing A, we perform the operation B, and the same result, if it can be obtained by another single operation C, then BA can be equivalent to the single operation C. That's the meaning. By convention, representation of multiplication should be done right to left order. According to mathematics, a conventional multiplication that has no specific order. In some cases there may be, but in normal case we don't expect so. But situation is different here in group theory. Order is different. The first operation is represented on the right, and the second operation is, that means
the multiplication should be done right to left order. Example, if you write the combined operation BA, it means that you apply A first, then B. Instead, if you represent AB, see, you have to first operate the process B and then A. Now, you might have got the idea. If the order of two symmetry operations, say A and B, are performed on a molecule is immaterial such that BA is equal to AB, then it is said that the multiplication is commutative and that the operations A and B commute together. എല്ലാ കേസിലും അങ്ങനെയല്ല, ചില കേസുകളിൽ അങ്ങനെ വന്നേക്കാം. എന്താ പറഞ്ഞേ? സിമെട്രി ഓപ്പറേഷൻസിന്റെ ഓർഡർ ചില കേസുകളിൽ പ്രശ്നമില്ലാതിരിക്കാം. കാരണം ആദ്യം എ ഓപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ ബി ഓപ്പറേറ്റ് ചെയ്യുന്നു, അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സെയിം റിസൾട്ട് തരുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ സിമെട്രി ഓപ്പറേറ്റേഴ്സ്, ആ രണ്ട് സിമെട്രി ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഓർഡർ പ്രശ്നമല്ല. മാത്സിൽ ഇത് കാണും, ചില ഗ്രൂപ്പ് തിയറി നിങ്ങൾ ഒരു പക്ഷെ പഠിച്ച് കാണും, അതിലും ഇതുപോലെ നിങ്ങൾ കാണുമായിരിക്കും. ഓക്കെ, now you go to simple example. You consider water molecule. Hydrogen, the two hydrogen atoms are labeled A and B so as to distinguish them, the two hydrogen atoms between them. Okay, see, the molecule exists in XY plane. Then which one will be Z axis? I shall mark it with the mouse point. See, this is the Z axis. And if you perform C2 rotation, C2 symmetry operation along this axis, Z axis, what will be the result? Operation is known as C2Z. The result will be in this way. See, hydrogen atom A, during rotation through 180 degree, it reaches the position of HB, and HB reaches the position of HA. That means അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വരും. 150 ഡിഗ്രി ഇരിക്കുമ്പോൾ HA മാറി HBയുടെ പൊസിഷനിൽ വരും, HB മാറി HAയുടെ പൊസിഷനിൽ വരും. 180 ഡിഗ്രി റൊട്ടേഷൻ. അതുകൊണ്ടാണ് അതിന് C2 റൊട്ടേഷൻ നമ്മൾ വിളിക്കുക. ഓക്കെ, then after C2 rotation, result will be in this way, and you perform another operation sigma b in a plane perpendicular to this molecular plane. See, I shall show the plane with mouse point. If you take the reflection or the mirror image or the reflection in a plane, bisecting the two molecules into two halves, what happens? Again, another change takes place. HB HAയുടെ പൊസിഷനിലേക്കും HA HBയുടെ പൊസിഷനിലേക്കും വരും. Then you compare the first and the last result. Both will be indistinguishable. Am I right? The first one and the last one. See, first you operate C2Z operation, followed by sigma v xz operation. Vertical പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ, എക്സെറ്റ് പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ. അതാണ് സിഗ്മ വി എക്സെറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, രണ്ട് റിസൾട്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഇതിൽ ഏതാ ഓപ്പറേഷൻ ആദ്യം നടത്തിയേ? C2Z. രണ്ടാമത്തെയാണ് സിഗ്മ വി എക്സെറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും അതിനെ? ആദ്യം C2Z എഴുതും, പിന്നെ അതിൻ്റെ ലെഫ്റ്റിലായിട്ട് സിഗ്മ വി എക്സെറ്റ് എന്ന് എഴുതും. അതിൽ എഴുതുമ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അതിൻ്റെ പേരിൽ ആദ്യം സിഗ്മ വി എക്സെറ്റ് ഡോട്ട് C2Z എന്നാണ് എഴുതേണ്ടത്. നോക്കൂ, ദിസ് ഈസ് ദ സെയിം ആസ് ദ ഫോളോവിങ് ഓപ്പറേഷൻ സിഗ്മ ബി വൈസെറ്റ്. ഈ മോളിക്യൂളിനെ സിഗ്മ വി വൈസെറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, അതായത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ, വൈസെറ്റ് പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഏതാ വൈസെറ്റ് പ്ലെയിൻ? ഞാൻ മൗസ് പോയിന്റോട് കാണിക്കാം. ഈ മോളിക്കുലാർ പ്ലെയിനിലെ അതേ പ്ലെയിൻ, അതായത് നമ്മൾ സ്ക്രീനിന്റെ അല്ലെങ്കിൽ ബോർഡിന്റെ പ്ലെയിനിലാണ് ഈ മോളിക്യൂൾ നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തുള്ള ഒരു പ്ലെയിൻ, അല്ലെങ്കിൽ അതിന്റെ മൂന്നാറ്റുകളിൽ കടന്നു പോകുന്ന പ്ലെയിൻ റിഫ്ലക്ഷൻ എടുത്താൽ ആ മോളിക്യൂൾ അതുപോലെ തന്നെ കിട്ടും. ആ പ്ലെയിനാണ് വൈസെറ്റ് പ്ലെയിൻ. മോളിക്യൂളിന്റെ പ്ലെയിനാണ് വൈസെറ്റ് പ്ലെയിൻ.
ആ വൈസെറ്റ് പ്ലെയിൻ റിഫ്ലക്ഷനിൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ നമുക്ക് കിട്ടും. HA HB ഈ പ്ലെയിനുകൾ പറയുമ്പോൾ മാറിപ്പോകും. ഞാൻ മുമ്പ് പറഞ്ഞത് മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഓർമ്മ തോന്നുന്നു. ഇത് മോളിക്കുലാർ പ്ലെയിൻ വൈസെറ്റ് പ്ലെയിൻ ആണ്. ആ പ്ലെയിനിലാണ് നമ്മൾ ഈ റിഫ്ലക്ഷൻ എടുത്തത്. തൊട്ട് മുമ്പത്തെ പ്ലെയിൻ നോക്കി നമ്മൾ പറഞ്ഞെങ്ങനെയായിരുന്നു? C2Z സിഗ്മ V XZ. കറക്റ്റാ, സിഗ്മ V XZ. ഞാൻ മൗസ് പോയിന്റോട് കാണിക്കുന്നുണ്ട്, ഒന്ന് കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നടത്തിയത് C2Z ഓപ്പറേഷൻ ഫോളോഡ് ബൈ സിഗ്മ V XZ ഓപ്പറേഷൻ. അതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആണ് സിഗ്മ V YZ കൂടെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ രണ്ട് ഓപ്പറേഷൻ്റെ പ്രൊഡക്റ്റ് ആണ് അവസാനം പറഞ്ഞ സിംഗിൾ ഓപ്പറേഷൻ. What I mean is this: sigma V XZ dot C2Z is equal to sigma V dash YZ. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. Therefore we can write in this way, as I have already told you, sigma V XZ dot C2Z is equal to sigma dash V YZ. On the contrary, if we apply sigma V XZ operation first and followed by C2Z operation, okay, ആദ്യം നമ്മൾ ഈ മോളിക്കുലർ പ്ലെയിനിൽ സിഗ്മ V XZ എന്ന് പറയുന്ന ഓപ്പറേഷൻ മൗസ് പോയിന്റോട് കാണിക്കുന്ന ഈ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് സിഗ്മ V XZ പ്ലെയിൻ. ഇപ്പോൾ ഈ HA HBയുടെ പൊസിഷനിലേക്കും HB HAയുടെ പൊസിഷനിലേക്കും ഇന്റർചേഞ്ച് ചെയ്യും 180 ഡിഗ്രി. ഈ മോളിക്കുലാർ പ്ലെയിനിൽ ഈ രണ്ട് മോളിക്കുലറിനെ രണ്ട് ഹാഫായിട്ട് ബൈസെക്ട് ചെയ്യുന്ന ഈ പ്ലെയിനിൽ എടുക്കുമ്പോൾ HA ഇപ്പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും, HB ഇപ്പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അച്ഛൻ മനസ്സിലായില്ലോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പുകൾ. ഇവിടെ റൊട്ടേഷൻ അല്ല, തെറ്റി പറഞ്ഞാണ്, റൊട്ടേഷൻ അല്ല, റിഫ്ലക്ഷനാണ്. ഇവിടെ ഇതുപോലെ റിഫ്ലക്ഷൻ എടുത്തു കഴിയുമ്പോൾ നോക്കി ആ ഇമേജ് നോക്കി, C2Z സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. എനിവേ നമുക്ക് കാണാതെ ഇവിടെ HB ഇവിടെ വന്നു, HBA ഈ പൊസിഷനിൽ വന്നു. ഈ റിസൾട്ടിൽ നമ്മൾ അടുത്ത C2Z എലമെന്റ്, സിമെട്രി എലമെന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. C2Z ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പ്രിൻസിപ്പൽ പ്ലെയിൻ ഓഫ് ആക്സിസ്, റൊട്ടേഷൻ ആക്സിസ്. പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ല, തെറ്റി പറഞ്ഞാണ്, പ്രിൻസിപ്പൽ റൊട്ടേഷൻ ആക്സിസ്. ഇവിടെ ഒരു ആക്സിസ് ഉള്ളൂ, പ്രിൻസിപ്പൽ എന്ന് പറയേണ്ട കാര്യമില്ല. C2 ആക്സിസ് ആണ് അത്. ഈ C2 ആക്സിസിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, ഒരു 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ മാറും. HB HAയുടെ പൊസിഷനിലേക്കും HA തിരിഞ്ഞ് HBയുടെ പൊസിഷനിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ വിൽ ബി ദ സെയിം. This will give the same result as that of the above operation. See, HA HB എന്ന് പറയുന്ന മോളിക്കുലർ പ്ലെയിനിൽ ഈ കോൺഫിഗറേഷൻ സിഗ്മ V YZ എന്ന് പറയുന്ന പ്ലെയിനിൽ, ഏതാ സിഗ്മ V YZ? ഈ മോളിക്കുലർ പ്ലെയിനിൽ, മോളിക്യൂളിൻ്റെ അതേ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. അത് കിട്ടുന്നത് സെയിം റിസൾട്ട്, ആ ഒരു മാറ്റം ഉണ്ടാവില്ല, അതുപോലെ തന്നെയുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓർഡർ നേരത്തെ ചെയ്തതിൻ്റെ ഒരു വേറൊരു വെർഷനാണത്. ഇപ്പം ഇവിടെ ആദ്യം നടത്തിയ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ രണ്ട് ഓപ്പറേഷൻ, സെക്കൻഡ് കേസിൽ സിംഗിൾ ഓപ്പറേഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യം നടന്ന ഓപ്പറേഷൻ ഏതാ? C2Z ആണോ? അല്ല, സിഗ്മ V XZ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? സിഗ്മ V XZ റൈറ്റ് സൈഡിലും C2Z ലെഫ്റ്റ് സൈഡിലും വരാവുന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എങ്ങനെ എഴുതും? C2Z ഡോട്ട് സിഗ്മ V XZ എന്നാണ് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ നമ്മൾ കാണിക്കേണ്ടത്. അത് സെയിം ഓപ്പറേഷന് അല്ലെങ്കിൽ സിംഗിൾ ഓപ്പറേഷന് ഈക്വലന്റ് ആണ് സിഗ്മ ഡാഷ് V YZ. എഴുതാം C2Z ഡോട്ട് സിഗ്മ V XZ is equal to sigma dash V YZ. This means that the above multiplication is commutative. എന്താ കമ്മ്യൂട്ടേറ്റീവ്? നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താ? രണ്ട് ഓപ്പറേറ്റേഴ്സ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ മാത്തമാറ്റിക്കൽ സിമെട്രി എലമെന്റ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഗ്രൂപ്പ് തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി വേറെ നമ്മൾ പിന്നീട് കാണും, ഗ്രൂപ്പ് തിയറിയുടെ കുറച്ച് തിയറീസ് ഒക്കെ വരുന്നുണ്ട്, പിന്നീട് പറയാം. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നമ്മൾ ആദ്യം ചെയ്ത ഓപ്പറേഷൻ, ആദ്യം തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ആദ്യം ചെയ്തതായിരുന്നു C2Z, ദെൻ സിഗ്മ VZ. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ എന്താ ചെയ്തേ? ആദ്യം സിഗ്മ V XZ, പിന്നെ C2Z. അപ്പോൾ ഓർഡർ മാറിയാലും സെയിം റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിത് പറയുന്ന പേരാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ. ഈ മോളിക്യൂളിന്റെ കേസിൽ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നു. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഒരു ഐഡിയ, നിങ്ങൾ എക്സാമ്പിൾസ് ഒന്ന് വരച്ചൊക്കെ നോക്കുക. കുറെ കൺഫ്യൂഷൻ സാധ്യതയുണ്ട്.
നമ്മുടെ ലിമിറ്റേഷൻസ് ഇന്നുകൊണ്ട് നമുക്ക് ഇത്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. If the product of two symmetry operations A and B depends upon the order in which two operations are preferred so that BA not equal to AB, then it is said that the multiplication is non-commutative and the two operators A and B are set to A and B do not commute. Okay, let me give you another example for explain this fact. You consider this BF3 molecule, and in this case C2 axis as well as C3 axis is there, and C3 Z axis is the principal axis. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ഇതേതാ പ്രിൻസിപ്പൽ ആക്സിസ്. ബോറോൺ ആറ്റത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ മോളിക്യൂളിന്റെ സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന മോളിക്യൂൾ സെൻട്രിൽ കൂടെ എന്നല്ല, ബോറോൺ ആറ്റത്തിൽ കൂടെ ഈ ബോർഡിന്റെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ പ്ലെയിനിൽ നിന്ന് ബോറോൺ ആറ്റത്തിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന പ്ലെയിനാണ് C3. പ്ലെയിൻ അല്ല, ആക്സിസ് ആണ് C3 ആക്സിസ്. ഇത് സെറ്റ് ആക്സ് ആയിട്ട് വന്നിട്ടാണ് C3 സെറ്റ് എന്ന് നമ്മൾ പറയണേ. ഇപ്പോൾ BF3 മോളിക്യൂൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് C3 സെറ്റ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോ എത്ര ആംഗിൾ വേണം C3 സെറ്റ് ഓപ്പറേഷന്? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 3 ഐഡന്റിക്കൽ ഇമേജ് കിട്ടാവുന്ന സിറ്റുവേഷനാണ് C3 ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യാൻ 120 ഡിഗ്രി. ഒരു 120 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ F1 F3യുടെ പൊസിഷനിൽ, F3 F2ന്റെ പൊസിഷനിൽ, F2 F1ന്റെ പൊസിഷനിൽ മാറി വരുന്നു. ഇന്റർചേഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ഇമേജ് കണ്ടാൽ മനസ്സിലാവും. മൗസ് പോയിന്റിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ റിഫ്ലക്ഷൻ എടുക്കുന്നു. ഓക്കെ, സിഗ്മ വി. അത് ഏത് വെർട്ടിക്കൽ പ്ലെയിനാ? സിഗ്മ വി. ഈ F1 കൂടെയും ബോറോൺ ആറ്റത്തിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ സിഗ്മ വി, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ. 3 വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാവും അതിന്. ബോറോൺ ആറ്റത്തിൽ കൂടെയും F1 എന്ന് പറയുന്ന ആ ഫ്ലൂറിൻ ആറ്റത്തിൽ കൂടെ പാസ് ചെയ്യുന്ന, ആ ബോണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസ് റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ F2 ഇപ്പുറ സൈഡിലേക്കും F3 ഇപ്പുറ സൈഡിലേക്കും മാറും. അപ്പോൾ എന്ത് വ്യത്യാസമുണ്ട്? ഈ ഇനീഷ്യൽ കോൺഫിഗറേഷനും ഫൈനൽ കോൺഫിഗറേഷനും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതേ ഓപ്പറേഷന്റെ ഓർഡർ മാറ്റി ഞാൻ ചെയ്യുന്നു. ആദ്യം സിഗ്മ വി എടുക്കും, പിന്നീട് C3 സെറ്റ്. ആ റിസൾട്ട് നോക്കി. നമ്മൾ ആദ്യത്തെ കോൺഫിഗറേഷൻ F1 ഇവിടെ, F2 F3. ഇതിന് നിങ്ങൾ ആദ്യം സിഗ്മ വി ഓപ്പറേഷൻ നടത്തും. നോക്കൂ, സിഗ്മ വി ഏതാ? ഈ പ്ലെയിനിൽ. ഞാൻ മൗസ് പോയിന്റോട് കാണിക്കുന്ന ഈ പ്ലെയിനിലാണ് നമ്മൾ റിഫ്ലക്ഷൻ എടുക്കാൻ പോകുന്നത്. മോളിക്കൂൾ 2 ഹാഫായി ഡിവൈഡ് ചെയ്യും. അപ്പോൾ F1 ഇപ്പുറത്തേക്കും F2 ഇപ്പുറത്തേക്കും മാറും. അല്ലേ, ശരിയല്ലേ? അതെ. അപ്പോൾ ഇതാ റിസൾട്ട് ഇവിടെയുണ്ട്. അതിൽ സക്സസീവായിട്ട് നമ്മൾ ഒരു C3 ഓപ്പറേഷൻ നടത്തും. അപ്പോൾ ഈ F1 റൊട്ടേറ്റ് ചെയ്ത് F2ന്റെ പൊസിഷനിലേക്ക്, F2 F3യുടെ പൊസിഷനിലേക്ക്, F3 F1ന്റെ പൊസിഷനിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 ഓപ്പറേഷനിലും കിട്ടുന്ന റിസൾട്ടുകൾ രണ്ടും വ്യത്യാസമുണ്ട്. അതായത് ഓർഡർ മാറുമ്പോൾ ഡിഫറെൻറ്റ് റിസൾട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മൾ എന്ത് വിളിക്കും? ആദ്യം ചെയ്യുന്നത് C3 സെറ്റാണ്, പിന്നെ സിഗ്മ വി ആണ്. അപ്പോൾ ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? സിഗ്മ വി ഡോട്ട് C3 സെറ്റ്. എന്താ കാരണം? നമ്മൾ മാത്സിൽ A ഇൻറ്റു B ഇൻറ്റു C എന്ന് എഴുതുന്ന പോലെയല്ല. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വാലിഡ് ആവുന്നതിൻ്റെ പേരിൽ നമ്മൾ ഏത് ഓപ്പറേഷൻ ആദ്യം നടത്തണോ അതാണ് ഏറ്റവും റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. പിന്നെ സക്സസീവായിട്ട് ലെഫ്റ്റിലേക്ക് വരും. മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ എഴുതുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇവിടെ ഓപ്പറേഷൻസ് കാണിക്കേണ്ടതോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവാം. ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുന്നു. ഇവിടെ ആദ്യം നടന്ന ഓപ്പറേഷൻ നമ്മൾ റൈറ്റിൽ എഴുതും, അടുത്ത ഓപ്പറേഷൻ ലെഫ്റ്റിൽ എഴുതും. അതായത് ഇതിന് എഴുതേണ്ടത്, ഈ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മൾ എഴുതുന്നത് സിഗ്മ വി ഡോട്ട് C3 സെറ്റ് എന്നാണ്. രണ്ടാമത്തെ ഓപ്പറേഷനോ C3 സെറ്റ് ഡോട്ട് സിഗ്മ വി. റൈറ്റിൽ ആദ്യം നടന്ന ഓപ്പറേഷൻ വരണം. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് രണ്ട് തുല്യമല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: C3 സെറ്റ് ഡോട്ട് സിഗ്മ വി നോട്ട് ഈക്വൽ ടു സിഗ്മ വി ഡോട്ട് C3 സെറ്റ്. In the case of BF3, the operators C3 set and C3 set and sigma v do not commute. Then inverse operations.
For any symmetry operation that can be performed on a molecule, there will be another symmetry operation which will be completely undo what the first operation does to the molecule. The second operation is then said to be the inverse of the first operation. മാത്സിൽ അങ്ങനെ തന്നെയല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഇൻവേഴ്സ് ഓപ്പറേറ്റർ ആവുന്നത് കൊണ്ടാണ് നമ്മളൊരു ഗിവൺ നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കുറച്ച് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 ആണ് അവിടെ ഓപ്പറേറ്റർ. മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതിനെ നമ്മൾ വീണ്ടും ഡിവിഷൻ നടത്തുമ്പോൾ സെയിം നമ്പറോട് ഡിവിഷൻ നടത്തുമ്പോൾ റിസൾട്ട് ക്യാൻസൽ സെയിം വേ. ഫോർ എനി ഓപ്പറേഷൻ എ there exists another operation x such that xa equal to e is equal to ax. ഈ എന്താ ഐഡന്റിറ്റി ഓപ്പറേറ്റർ, ഒരു മാറ്റമില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഐഡന്റിറ്റി മോളിക്യൂൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നോ അതേ പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ആ സിമെട്രി എലമെന്റ് ആണ് ഇ. അപ്പോൾ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ ആദ്യം എ നടത്തുന്നു, അതിന്റെ കൂടെ എക്സ് എന്ന് പറയുന്ന അടുത്തൊരു ഓപ്പറേഷൻ നടത്തുന്നു. ഇത് രണ്ട് നടത്തുന്ന മോളിക്യൂൾ പുതിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒറിജിനൽ ഉണ്ടായിരുന്ന അതേ സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ എയും എക്സും ഇൻവേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം, മ്യൂച്വലി ഇൻവേഴ്സ് ആണത്. അതുപോലെ തന്നെ തിരിച്ചും എയും എക്സും അതിന്റെ ഓർഡർ അത് ഇപ്പോഴും കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ. ഇൻ ദിസ് കേസ് എക്സ് ഈസ് സെഡ് ടു ബി ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് വൈസ് വേഴ്സ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്, രണ്ട് മ്യൂച്വലി എന്താ പറയുക ഇൻവേഴ്സ് ആയതിൻ്റെ പേരിൽ. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻവേഴ്സ് എ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ. കാരണം ഇത് മ്യൂച്വലി എപ്പോഴും കമ്മ്യൂട്ട് ചെയ്യും. ഓപ്പറേറ്റർ ഈ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്ററും എപ്പോഴും കമ്മ്യൂട്ട് ചെയ്യും. ഓർഡർ പ്രശ്നമല്ല, ഓൾവേസ് കമ്മ്യൂട്ട്. യു ഓൾസോ നോ ദാറ്റ് C2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ. എന്താ C2 സ്ക്വയർ? ഒരു C2 വീണ്ടും ഒരു C2 എന്ന് പറഞ്ഞാൽ ടോട്ടല് 360 റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ റീജനറേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ C2 സ്ക്വയർ എന്ന് എഴുതിയാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഐഡന്റിറ്റി തന്നെയാണ്, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഒരു C2 ദെൻ അടുത്ത C2, അപ്പോൾ നമുക്ക് ഒറിജിനൽ കോൺഫിഗറേഷൻ റീജനറേറ്റ് ചെയ്യും. അത് C2 എന്ന് പറയുന്നതും C2 സ്ക്വയർ രണ്ടാണ്. എന്താ C2 എന്ന് പറയുന്നത് ഓൺലി 180 ഡിഗ്രി റൊട്ടേഷൻ ഉള്ളൂ. C2 സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും ഒരു 120 ഡിഗ്രി, രണ്ട് 120 തെറ്റി പറഞ്ഞതാണ് 180. ആദ്യം ഒരു 180 പിന്നെ ഒരു 180. ഓക്കെ, അപ്പോൾ മോളിക്യൂളിന്റെ പഴയ സിറ്റുവേഷനിലേക്ക് എത്തും. അതാണ് ഒറിജിനൽ സിറ്റുവേഷൻ ആണ് ഇ. അതുപോലെ സിഗ്മ സ്ക്വയർ, അതും ഇ തന്നെയാണ്. എന്താ കാരണം? മോളിക്യൂളിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നു, വീണ്ടും സെയിം പ്ലെയിനിൽ രണ്ടാമത് റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ആദ്യത്തെ റിസൾട്ട് ക്യാൻസൽ ചെയ്യപ്പെടും ഇ. അതുപോലെ ഐ സ്ക്വയർ, മോളിക്യൂൾ ഇൻവേർട്ട് ചെയ്യുന്നു, ഒരു പ്രാവശ്യം കൂടി ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ സിറ്റുവേഷൻ തിരിച്ചു വരും. അതുപോലെ C2 ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു C2. കാരണം എന്താ? അത് നമ്മുടെ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന C2 ആക്സിസ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് നോക്കുന്നതാണ് ഈ C2 സ്ക്വയറും C2 ഇൻവേഴ്സും. എന്താ കാരണം? ആക്ച്വലി എങ്ങനെ തിരിക്കണ്ടേ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. റൊട്ടേഷൻ ഏത് തരത്തിൽ വേണം? റൊട്ടേഷൻ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസിലാണ് തിരിക്കേണ്ടത് കൺവെൻഷൻ അനുസരിച്ച്. പക്ഷെ നമ്മൾ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോഴും വലത്തോട്ട് തിരിഞ്ഞ് വലത്തുവശത്തേക്ക് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പ്രത്യേകിച്ചത് ചെറിയ അന്ധവിശ്വാസത്തിൻ്റെയും ചെറിയ എന്താ പറയുക വലത് കാലിച്ച് കയറണം എന്ന് നമ്മൾ പറയില്ലേ. പുതിയ വീടുകളിലേക്ക് കയറുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് കയറുമ്പോൾ വലത് കാലിച്ച് കയറണം ഇല്ലേ? ശരിയല്ലേ? പക്ഷെ നേച്ചറിലൊക്കെ ഇടതിനാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസിനാണ് പ്രാധാന്യം കൂടുതൽ. ഇലക്ട്രോൺ സ്പിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലോക്ക് വൈസ് സ്പിൻ ഉള്ളതുണ്ട്, ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ഉള്ളതുണ്ട്. അതിൽ കൂടുതൽ സ്റ്റെബിലിറ്റി, രണ്ടിനും ഈക്വൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നത് ആന്റി ക്ലോക്ക് വൈസിന് കുറച്ചും കൂടി സ്റ്റേബിൾ എന്ന് പറയുന്നത്. പമ്പരം ഇടത്തോട്ട് കറങ്ങുന്ന പമ്പരങ്ങളുണ്ട്, വലത്തോട്ട് കറങ്ങുന്ന പമ്പരങ്ങളുണ്ട്. ഇടത്തോട്ട് വരുന്ന കറങ്ങുന്ന പമ്പരം കൂടുതൽ നേരം കറങ്ങുന്ന പറയുന്നത്. എന്താ അതിന് സയന്റിഫിക് തിയറി ഉണ്ടോയെന്ന് അറിയില്ല, ജനറലൈസേഷൻ ഇങ്ങനെയാണ്. അതുപോലെ ഈ ഡെക്സ്റ്റർ റൊട്ടേറ്ററി, ലേവർ റൊട്ടേറ്ററി നിങ്ങൾക്കറിയാം. നേച്ചറിൽ കൂടുതലും ലേവർ റൊട്ടേറ്ററികളാണ്. പ്രത്യേകിച്ച് ബയോളജിക്കൽ ആക്ഷനുള്ള അമിനോ ആസിഡുകളൊക്കെ ലേവർ റൊട്ടേറ്ററിയാണ്. 1-2 എക്സിബിഷൻസ് ഉള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞു നമ്മുടെ വിഷയം അതല്ല. അതുപോലെ സിഗ്മ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ. എന്താ കാരണം? നല്ല 2 കൂടി എടുക്കുമ്പോൾ ഈ ജനറേറ്റ് ഐ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐ. In the above cases, the operations also is inverse. Inverse operations for proper rotations. നമ്മളിതുവരെ പറഞ്ഞിരുന്നു അതൊക്കെ തന്നെയായിരുന്നു. Now consider rotation of 120 degree about C3 axis in the counterclockwise direction. Its effect is undone by the further rotation through
240 degree C3 square. C3 square is the inverse of C3 inverse. അപ്പോൾ 120 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിക്കൽ ഇമേജ് കിട്ടുന്ന കേസിൽ 360 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 3 ഐഡന്റിക്കൽ ഇമേജ് വരും. അതുകൊണ്ടാണ് നമ്മൾ C3 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു C3, അടുത്തൊരു C3, വീണ്ടും C3 വരുമ്പോഴാണ് 360 റൊട്ടേഷൻ നടക്കുന്നത്, കംപ്ലീറ്റ് റൊട്ടേഷൻ മനസ്സിലാവുന്നത്. അപ്പോൾ 120 ഡിഗ്രിക്ക് ഒരു ഓറിയന്റേഷൻ ഐഡന്റിക്കൽ ആയിരിക്കും, 240ക്ക് എഗെയിൻ അതിൻ്റെ ഇരട്ടിയല്ലേ, വീണ്ടും വരണം വരും. അപ്പോൾ C3 സ്ക്വയർ എന്ന് വിളിക്കുക. C3 സ്ക്വയറും C3 ഇൻവേഴ്സും മ്യൂച്വൽ ഇൻവേഴ്സ് ആയിരിക്കും. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക വീഡിയോ നീണ്ടു പോകും. അത് നമുക്ക് എങ്ങനെ എഴുതാം? C3 ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു C3 സ്ക്വയർ. കാരണം ആന്റി ക്ലോക്ക് വൈസിൽ ഒരു 120 ഡിഗ്രി തിരിക്കുന്നതും ക്ലോക്ക് വൈസിൽ 120 ഡിഗ്രി തിരിക്കുന്നതും ഒരുപോലെ ഇരിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In general, the rotations other than C2, the relationship is Cn n-1. ഓർഡർ ആണ് n. ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്? n-1 ഡോട്ട് Cn1. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാ. Cn റൈസ് ടു n എന്നുള്ളത് Cn n ടൈംസ് നടത്തുന്നുള്ളത് ഒരെണ്ണം മാറ്റി നമ്മൾ ഓപ്പറേറ്റർ ആക്കി എഴുതുന്നതാണ്, മാത്സ് എഴുതുന്ന പോലെ. അതായത് 3⁻⁴ എന്നുള്ളത് 3⁻³ ഇൻറ്റു 3⁻1 എന്ന് എഴുതുന്ന പോലെ നമ്മൾ എഴുതിയിട്ടുള്ളത്. രണ്ട് മൾട്ടിപ്ലിക്കേഴ്സ് 3⁻⁴ എന്നുള്ള റിസൾട്ട് അപ്പോഴും കിട്ടും. അതുപോലെ തന്നെ C⁻n-1 ഡോട്ട് Cn1 എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണേ. അതപ്പോൾ ഒറിജിനൽ കോൺഫിഗറേഷൻ റീജനറേറ്റ് അത് E തന്നെയാണ്. അതുപോലെ Cn ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Cn(n-1). ഇത് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്, ഇതിന് ഇങ്ങോട്ട് കടത്തിയതാണ്. E എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നിന് ഇക്വലൻ്റാ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇതിവിടെ ബാക്കി നിൽക്കണം ഉദ്ദേശിക്കുന്നത്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ് ഇത് Cn-1. In general, the inverse of Cn(m) is equal to Cn(n-m). ഒന്നുകൊണ്ട് എക്സാമ്പിൾ എടുത്തൊക്കെ എഴുതി നോക്കുക. ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ഫോർ ഇംപ്രോപ്പർ റൊട്ടേഷൻസ്. ഇത് ഈ പ്രോപ്പർ റൊട്ടേഷനേക്കാളും കോംപ്ലക്സിറ്റി കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ പതുക്കെ ഒഴിവാക്കിക്കോളൂ. ഇതിൽ എളുപ്പമുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫോർ ദ റൊട്ടേഷൻ റിഫ്ലക്ഷൻ ഓപ്പറേഷൻ Sn റൈസ് ടു n ഈസ് ഈക്വൽ ടു E. n ടൈംസ് റൊട്ടേഷൻ നടക്കുമ്പോൾ പഴയ ജനറേറ്റ് ചെയ്യും, പഴയ ഒറിജിനൽ കോൺഫിഗറേഷൻ. അതിന് ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതിന് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നു. Sn റൈസ് ടു n-1 ഡോട്ട് Sn1 ഈസ് ഈക്വൽ ടു E വെൻ n ഈസ് ഈവൺ. ഇതൊക്കെ ഈവൺ ആകുമ്പോഴാണ് വാലിഡ് ആവുള്ളൂ.